ഇതൊക്കെ ശ്രദ്ധിക്കണ്ടമാണ്. ശ്രദ്ധിക്കുന്നുണ്ടെന്നാ താനെന്താ വർത്താനാ പറയുന്ന ജെയിംസ്? തനിക്കറിയാവുന്നല്ല, സ്വന്തം വീട്ടിൽ നിന്ന് ഒരു വറ്റ് കഞ്ഞി കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതറിയാൻ വേണ്ടിയിട്ടാണ് താൻ ആദ്യം ഒന്ന് സൂചിപ്പിച്ചത്. താൻ പേടിക്കണ്ട, 500 വർക്കിന്ന് തന്നെയാണ് എൻ്റെ അപ്പൻ്റെ. എല്ലാവരും വിപ്രമെന്നും ക്രൂരനെന്നും വിളിക്കുന്ന എനിക്കുള്ളത് മാനസിക പ്രശ്നങ്ങളല്ല, ലഹരിയാണ്. ചുറ്റി കൊണ്ട് തലക്കടിക്കുമ്പോൾ തലയോട്ടി വിളിരുന്ന ഒച്ചയും അതിൻ്റെ കൂടെ നാട്ടുകാരുടെ നിലവിളിയും കൂടെ ആകുമ്പോൾ ഈ നഗരത്തിന് ഗംഗയെ വേണ്ട. അവൻ വെറും ഒരു വേസ്റ്റാടാ. അല്ല, ഗംഗ നിന്റെ ആരാ? അവന്റെ കെട്ടിയോൾക്ക് പോലെ അവനെ വേണ്ട. പിന്നെ നീ എന്തിനാണ് അവനെ അന്വേഷിച്ച് നടക്കണത്? അവനൊരു പേപ്പട്ടിയാടാ. പേ പിടിച്ച തെരുവട്ടി വീട്ടിൽ കയറി വന്ന ചിലപ്പോ തല്ലി കൊല്ലും, അല്ലേ? പക്ഷേയോട് അങ്ങനെ ഒരുത്തരും സംസാരിക്കാൻ പാടില്ല. മുതലാളി ഇന്ന് പറഞ്ഞതിനാണ് വീട്ടിൽ. പക്ഷെ ഇനി അങ്ങനെ ഉണ്ടായാൽ മുതലാളി പടവാക്കി ചെന്നിട്ട് ഞാൻ ചുവരിൽ കയറ്റും. എന്റെ സ്വന്തം ചെലവിൽ 6 അടി നീളത്തിലൊരു കുഴിയും വെച്ചു. ഇത് നാട്ടുകാരോടോ പോലീസുകാരോടോ ഒന്നും പറയാനില്ല. എന്നെ പിടിച്ചിട്ടാണല്ലോ വലിക്കൊണ്ട് ഇവിടുത്തെ ഒരു ചെയ്ത് കൂടുതൽ. ഈ സോഷ്യൽ മീഡിയ സൈബറിനൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കുക. ആൻറ്റി ചതിക്കുഴിയുന്ന ഈ യുവതലമുറ രക്ഷിക്കണമെന്ന് നിൽക്കണം. മനസ്സിലായ? ഞാൻ നിന്റെ ബാപ്പല്ല, അന്തകനാ. കണ്ടില്ലേ, ഇയാളെ കള്ളും കഞ്ചാവും കാരണം ഇയാളെ ഉമ്മ അറിയിച്ച് മരിച്ച് ഞങ്ങളെ മക്കളുടെ ജീവിതം ഇയാൾ കൂട്ടിച്ചോറാക്കി. ഒഴുകിലിട്ട് കാലിൽ നീട്ടിയിരുന്നോട്ട് ഒരു സൗകര്യം തരൂല്ലെങ്കിൽ പിന്നെ ഞാൻ അടുത്ത കാലം പോകുന്നത് പൂതി വലിച്ചു വെച്ചാൽ മതി. വീട്ടിൽ തോന്നി പോലെ പണിക്ക് പോലല്ല, എന്ത് പണിയെടുക്കാൻ കണ്ണുകൂട്ടാ പോലല്ല. എന്റെ നോവലേക്കണ സമയ സൗകര്യം എനിക്കില്ല. പിന്നെ കാശിന് തനിക്കാനാണോന്ന് എനിക്ക് നേർച്ചൊന്നുമില്ല. കഴിവില്ലി കളഞ്ഞിട്ട് പോണമേ. ഇനി നമുക്ക് അവതാർ കണ്ടല്ലോ, അവതാർ. We will send a message. Man, I don't feel good. You're fine now with me. ഇഷ്ടപ്പെട്ടോ? നമുക്ക് ഈ ജോക്കറെ കാണാം. ജോക്കർ. Alright, everybody, I'm tired of these guys. If you watch me dying on the sound wagon to rock right over me, I bet you really need to notice me. But this guy's rapping Charles Wayne being kind of on the TV. You have a problem with Charlotte Wayne? Yes, I do. Have you seen Boris like how they're married? ഇത് കരുക്കണം, ഇതിനെ പകടം അറിയുമ്പോ വീഴുന്നുണ്ടോ നോക്കി കരുന്നിക്കണം. ആദ്യം ഇവിടെ കരുത്തുന്നാണ് ജയിക്കും. ഒക്കെ ബാക്കി പോലെയാ. കാലം എന്തൊരു അരസികനാണല്ലേ. വിരസനയുടെ പ്രണയത്തിൽ പെട്ട് മുങ്ങിത്താവുമ്പോ പകിടകളി തന്നെയാ നല്ലത്. അത് നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് അവർ പെരുമാറേണ്ടത്? അപമാനം ഭയന്നല്ല ഉള്ളിലൊതുക്കി വിധി എന്ന് കരുതി സ്വയം ആശ്വസിച്ച് നിശബ്ദനായിരിക്കണമെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? കാലം മാറിച്ചാൽ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ അങ്ങനെയല്ല. അവർ വ്യക്തമായി വിളിച്ചു പറയും ആരാ, എന്താ, എങ്ങനാണ്. അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത താങ്കളുടെ പ്രായത്തിന്റെയും സങ്കുചിത മനസ്സിന്റെ പ്രശ്നമാണ്. Better you try to change Mr. Senior. ടൈഗർ ഒത്തുകയും പാണ്ഡ്യ സാർക്ക് ഇപ്പടി ഒരു ഫ്ലാഷ് ബാക്ക് എടുക്കുന്നു. ഒരു പോലീസാനും പറഞ്ഞില്ല. നല്ല വേല ഓ പയ്യ പോലീസുകാരൻ എടുത്താ ഉയരോടെ വെച്ച് എന്നൊക്കെ അവൻ യൂസ്ഫുള്ളോടെ അതെ ഉയരെ കാപ്പാത്തിട്ടുണ്ട്. സ്വപ്നത്തിൽ പോലും കണ്ടില്ല. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. அதே 10 கூட ஊக்கல கொத்து நூற்று சொன்னா விட்டுடியா சார் நீ என்ன வீட்டு போக சொல்லிட்டு எப்படி எங்கூட போகலாம் பிளான் பண்ணுவா. அதான சார் நீ? சரி சார் ஒதுக்குறேன். நீ நல்லவனாலும் கெட்டவனா? ஆனால் நல்ல காட்டிக்கணும், கெட்டது இல்லை சார். கெட்டவங்க அதை கேளு சார். நல்லா இருக்கு, சாரசமாக இருக்கு, நல்லா ட்விஸ்டாக இருக்கு. நான் சொல்கிறேன், நீ கேளு.
அது என்னடா சொன்னாவ? என்ன பிடிச்சவனெல்லாம் கொல்ல போறானா? என்ன பிடிச்சவன தக்காடி பாருக்கண்ணா வெளியில. அமனேஜன் நான் செஞ்சதெல்லாம் வெளியில சொல்ல முடியாது சார். ஐ ஷோட் டு சீக்ரசி அன்வான் பை மை ஃபெயிலியர்ஸ். எனக்கு சக்சஸ் இருக்கு, ஆனா வெளியில சொல்ல முடியாது. சொல்ல மாட்டேன், ஏன்னா நான் நேர்மையான கொம்பை. என் பையன் சத்தத்துக்கான ரிவென்ஸ் ஒன்று நினைக்கிறேன். யார் சார் இந்த சந்தனம்? கல்வி சார். என்ன கத்துறதுல கையில் அப்பா வர இருக்கிற எல்லாம் வந்து சந்தனம் தான். சத்து போட பேரு பிரபஞ்சம். பெத்தவனோட பேரு விக்ரம். அதில் எந்த குழப்பம் வேணாம். திருச்சியில் நடந்த ரெக்வெஸ்டுக்கான மிலிட்டரி போலீஸ் இல்ல, ஜெயில இருந்து பரோல்ல வந்த ஒரு கைதி. அவ பேரு എന്താ? ரோலக்ஸ். அவ பேரு டில்லி. என்ன கூப்பிட்ட? ரோலக்ஸ். ரோலக்ஸ் சார். எனிவே சார். எஸ் சார். ஓகே சார். ஜஸ்ட் சார். Nah. Rolex. All right. It's all right. ആരംഭിക്കലാം. എങ്ങനെയുണ്ടായിരുന്നു സ്പോട്ട് ടോപ്പിംഗ്? എങ്ങനെയുണ്ടായിരുന്നു? ഒരു കാര്യം പറയട്ടെ please. നമ്മുടെ വിക്രം സിനിമയില് മലയാളത്തില് എല്ലാവർക്കും ഇല്ല, ഒരു ഏഴ് ക്യാരക്ടേഴ്സിന് ശബ്ദം കൊടുക്കാനുള്ള ഒരു ഭാഗ്യമുണ്ട്. എല്ലാവർക്കും അപ്പൊ അവതാറിന്റെ മലയാളം മലയാളത്തിലെ നിങ്ങൾ അവതാരം കണ്ടില്ലേ? അതിന് മലയാളത്തിലെ നായകന് ഞാനായിരുന്നു ശബ്ദം കൊടുത്തത്. അങ്ങനത്തെ ഒരു ഭാഗ്യം കൂടെ ഉണ്ടായി. എന്തായാലും ഇനി ഒരു ഭാഗ്യം കൂടെ ഉണ്ടായി. അതെന്തായാലും അത് നടന്നു കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയാമെന്ന് അത് വിചാരിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നതൊരു വലിയൊരു ഭാഗ്യമാണ്. നിങ്ങളത് ഞെട്ടും ഈ പരിപാടി. അതെ. പറയുന്നില്ല, പറയാൻ പറ്റില്ല. പറയാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും എങ്ങനെയുണ്ടായിരുന്നു സ്പോട്ട് ടോപ്പിംഗ്? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ഒരുപാട് പേരെ അനുകരിച്ചു. ആരുടെ ശബ്ദമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അങ്ങനെ പൊതുവായിട്ടുള്ള ഒരു ആൻസർ അല്ല എനിക്ക് വേണ്ടത്. ഇപ്പൊ ഇത്ര നേരം ക്യാമറ പിടിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സ്വന്തം സുഹൃത്തായ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കാം. കമലഹാസൻ ചേട്ടന് നല്ലൊരു ഗൈഡ് കൊടുത്തേ. ഓക്കെ ഒരു മിനിറ്റ്. അങ്ങനെ സെലക്റ്റീവ് ആകാൻ പറ്റില്ല. ഞാൻ ഒരേ ഒരു തവണയും കൂടെ ചോദിക്കുകയാണ്. എവിടെ ഇരിക്കുന്നവര് നമ്മുടെ സ്വന്തം ചോദിക്കാൻ എന്താണ്, ആരെയാണ് ഇഷ്ടപ്പെട്ടത്? വിനായകൻ ചേട്ടൻ ഇഷ്ടപ്പെട്ടോ? ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ചേച്ചി ഇപ്പോഴും ഞാൻ അവിടെ ഉണ്ടെന്ന് വിചാരിച്ച് അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ചേച്ചിയുടെ അടുത്ത് ഞാൻ ഉണ്ടായിട്ട് പോലും ചേച്ചി എന്റെ സാന്നിധ്യം അറിയുന്നില്ല. അത് ചേച്ചി എന്നാ നോക്കിയതാ? നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ സ്പോട്ട് ടോപ്പിംഗ് ഒക്കെ? ചേച്ചിയുടെ വീട് എവിടെയാ? ഇതല്ലേ തരത്തില്? ഇതല്ലേ തെന്നത്തൂര്? ഇവിടെ അടുത്താണോ? വീട്ടിലെല്ലാവർക്കും സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ എന്നും സുഖമായിട്ടിരിക്കട്ടെ. അപ്പൊ നിങ്ങൾ കുട്ടികളോട് എനിക്ക് ഒരു കാര്യമായി പറയാനുള്ളൂ. ഞങ്ങളില്ലേ ഈ സ്പോട്ട് ടോപ്പിങ്ങില് പലപേരും മദ്യപിക്കുന്നത് കാണിക്കുന്നില്ലേ? കാണിക്കുന്നുണ്ട്. പുകവലിക്കുന്നത് കാണിക്കുന്നില്ലേ? അത് പാടുള്ളോ? ഒരിക്കലും നമ്മൾ മദ്യപിക്കാനോ പുകവലിക്കാനോ പാടില്ല. ഞങ്ങൾ സിനിമയില് അങ്ങനെ ആ ഒരു ഇതിനു വേണ്ടി കാണിച്ചെന്ന് വിളിച്ചു. നമ്മൾ ഒരിക്കലും അത് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ രാത്രി യാത്ര ചെയ്യുകയാണെങ്കിൽ സീറ്റ് ബെൽറ്റ്, രാത്രിയെന്നല്ല എപ്പോൾ യാത്ര ചെയ്താലും കാറിൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്നുള്ളതും കൂടെ ഞാൻ പറയാണ്. കാരണം ഞാൻ അന്ന് സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല. ഞാൻ പുറകെ സീറ്റിലാണ് ഇരുന്നത്. 2021 ജൂൺ 5 ആക്സിഡന്റ് സംഭവിച്ചു. അന്ന് പുറകെ സീറ്റിലായിരുന്നേ. ഞാൻ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നെങ്കിൽ എൻ്റെ മുഖത്ത് ഇത്രയും പരിക്കുകൾ സംഭവിക്കില്ല. എൻ്റെ ഫ്രണ്ടിലെ പല്ലുകളെല്ലാം വെപ്പ് പല്ലുകളാണ്. എൻ്റെ പല്ലുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. ചുണ്ട് മുറിഞ്ഞു പോയി. എൻ്റെ മൂക്കൊടിഞ്ഞു പോയി. മുഖത്ത് സ്റ്റീലുകളാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും വരില്ല. അപ്പൊ നിങ്ങളെല്ലാവരോടും എൻ്റെ ഒരു ഇതാണ്, അനുഭവം കൊണ്ട് പറയാണ്. ആരും യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇപ്പൊ പുറകിലായാലും മുമ്പിലായാലും എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കുക. രാത്രി മാക്സിമം യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആണോ? താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട്. അതാണ് ജീവിതം പഠിപ്പിച്ച ഒരു കാര്യം. പിന്നെ ജീവിതം പഠിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ വിഷമിച്ചിരുന്ന
നമ്മൾ വിഷമിച്ചിരിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. നമ്മൾ സ്ട്രോങ് ആയിട്ട് മൈൻഡ് ഓക്കെ ആണ്, എന്നെ ഇതൊന്നും ബാധിക്കില്ല എന്ന് വിചാരിച്ചാൽ നമുക്ക് കയറി കയറി മുന്നിലേക്ക് വരാം എന്നുള്ളതും ജീവിതം പഠിപ്പിച്ചു. അതാണ് എൻ്റെ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. കാരണം നമ്മൾ മാത്രമേ ഉള്ളൂ, നമുക്ക് വേണ്ടി കരയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ, നമുക്ക് വേണ്ടി ജീവിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ഒരൊറ്റ ജീവിതമല്ലേ ഉള്ളൂ. ഇനി അടുത്തൊരു ജന്മം ജനിച്ചിട്ട് ഇന്നത്തെ ഈ ജന്മത്തിലെ തെറ്റുകളൊന്നും തിരുത്താനൊന്നും കഴിയില്ല. ആർക്കും ഒരു ഉപദ്രവം ആവാതെ, ആർക്കും ഒരു വേദനയാവാതെ ജീവിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. എന്തായാലും ആ ദിവസത്തെ ഓർത്തത് കൊണ്ട് എൻ്റെ കൂടെ അന്ന് സഞ്ചരിച്ച ഒരു കലാകാരനാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള കൊല്ലം സുധിച്ചേട്ടന് മരണശേഷം പോലും ഇത്രയും ഇപ്പൊ 3 വർഷത്തിന് മേളിലായി ആക്സിഡന്റ് കഴിഞ്ഞ്, എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ പേരിന് ഒരു കുറവുമില്ല അല്ലേ? സോഷ്യൽ മീഡിയ മൊത്തം അദ്ദേഹത്തിന്റെ പേര് വെച്ചിട്ടുള്ള ഒരു വ്യാപാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ശബ്ദം ഏറ്റവും തന്മയത്വത്തോടെ അനുകരിക്കുന്ന കലാകാരനാണ് ബേസിൽ ബെന്നി. അല്ല, എനിക്ക് ശരിക്കും ഒരു മകേഷ് പറഞ്ഞപ്പോ ഒരു വിഷമായിട്ടാ. അപ്പൊ സുധിച്ചേട്ടന്റെ ശബ്ദം ഒന്ന് അനുകരിക്കുകയാണ്. ഞാനല്ലട്ടോ അനുകരിക്കുന്നത്, എന്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള ബേസിൽ ബെന്നി. അത് വിട്ടേക്കട്ടോ, അത് വിട്ടേക്ക് മൈൻഡിൽ. ഓക്കെ, സുധിച്ചേട്ടനായിട്ട് വരാം. ഭയങ്കര ഇമോഷണൽ ആണ്. അപ്പൊ സുധിച്ചേട്ടനായിട്ട് നീ എന്തിനാണ് അങ്ങോട്ട് ഇവൻ എപ്പോഴും ഇങ്ങനെ അങ്ങോട്ട് പോയി നടന്നിട്ടുണ്ട്. ഓക്കെ അതിന്റെ ആവശ്യമില്ല, ഇവിടെ നിന്ന് പറയാം. എടാ മോനെ മകേഷേ, സുധിച്ചേട്ടാ, എടാ ഒരുപാട് സന്തോഷം, സുധിച്ചേട്ടൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. സുധിച്ചേട്ടാ ഞാൻ കുറെ വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു. എടാ മോനെ, ഞാനന്ന് ഞാൻ ഉറങ്ങിപ്പോയി. എന്താ ഉറങ്ങിപ്പോയത് കൊണ്ടാണ് എനിക്ക് പറ്റിയത്. എന്താണ് മക്കളെ ഒച്ച ഉണ്ടാക്കുന്നത് ഇവിടെ? ഒരുപാട് സന്തോഷം. എന്നാലും സുധിച്ചേട്ടനെ എനിക്കൊരു വിഷമില്ല. സുധിച്ചേട്ടനെ കണ്ടതിൽ എല്ലാവർക്കും സന്തോഷമില്ലേ? നല്ലൊരു കൈയ്യടി കൊടുക്കാം ആ കലാകാരന്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഗംഭീരമായിട്ടുള്ള ഓഡിയൻസ് ആണ്, ഗംഭീരമായ പ്രോഗ്രാം. അപ്പൊ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനത്തെ ഒരു വേദിയിൽ വന്ന് നിൽക്കുക. സത്യം പറഞ്ഞല്ലേ, മിമിക്രി ഫീൽഡിൽ എനിക്ക് അധികം കൂട്ടുകാരൊന്നുമില്ല. ആകെ ഇവൻ മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ ഒരുപാട് ഒപ്പം എപ്പോഴും ഉണ്ടാവുന്ന ഒരാളാണ്, എപ്പോഴും കളിതമാശ. വേറൊരു കാര്യമുണ്ട്, നമ്മൾ മിമിക്രി ഏത് ഫീൽഡായാലും ഈഗോ എന്ന് പറയുന്ന സാധനമുണ്ട്. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഇതുവരെ ഈഗോ ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞ അത് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇതാണ്. പ്രോഗ്രാം ഏതായാലും നമ്മളത് സക്സസ് ആക്കുക. എന്തായാലും 2ാമത്തെ പ്രോഗ്രാമാണ് ഒരുമിച്ച് ചെയ്യാൻ കഴിഞ്ഞത്. ഇനിയും ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യാനുള്ള ഭാഗ്യം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ഇനിയും സപ്പോർട്ടും ഉണ്ടാവണം. കാരണം പ്രേക്ഷകരാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മൂലധനം എന്ന് പറയുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഭാവി മുന്നോട്ട് ഫ്യൂച്ചറും എല്ലാം. അതുപോലെ അരുൺ ചേട്ടൻ നല്ലൊരു കൈയടി കൊടുക്കണം കേട്ടോ. ഞങ്ങൾ രണ്ടുപേരെ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇത്രയും വിളിച്ച് ഒരു സഹോദരനെ പോലെ കൊണ്ടു നടന്ന് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്ത അരുൺ ചേട്ടനാണ്. എനിക്ക് ആദ്യമായിട്ട് ഞാൻ മമ്മൂക്കനെ കാണുന്നത് അരുൺ ചേട്ടൻ വഴിയാണ്. അതെ, ഞാൻ ഇവിടെ വത്തിയപ്പോഴാണ് അരുൺ ചേട്ടൻ മമ്മൂക്കയുടെ പല സിനിമകളും സൗണ്ട് എഞ്ചിനീയറിംഗ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അരുൺ ചേട്ടന് നാട്ടുകാരുടെ വക ഒരു നല്ല കൈയ്യടി കൊടുക്കണം. ഓക്കെ. ഒപ്പം ഈ പള്ളിയിലെ അച്ഛന്മാര് എല്ലാവർക്കും ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഒപ്പം നമ്മുടെ സൗണ്ട് ചെയ്തിരിക്കുന്ന ഒരിക്കൽ കൂടി പറയുകയാണ്, കൈരളി സൗണ്ട്സ് ആണ് നമ്മുടെ ബ്രൂസ് ചേട്ടനും. വീഡിയോ ചെയ്തിരിക്കുന്നത് ബേസിൽ ആണ്, മറ്റൊരു ബേസിൽ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും അപ്പൊ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ മനസ്സറിഞ്ഞ് കൈയ്യടി തന്നാൽ ഞങ്ങള് പോകാം. താങ്ക് യു. ഹലോ.